BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ കടലിൽ അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിന് 4 ഇന്ത്യൻ പൗരന്മാരെയും 2 സ്വദേശികളെയും അറസ്റ്റ് ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസ് അറിയിച്ചു. കോഫ എന്നറിയപ്പെടുന്ന നിരോധിത ബോട്ടം ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചാണ് പ്രതികൾ ചെമ്മീൻ പിടിച്ചത്. ഏകദേശം 40 കിലോ ചെമ്മീൻ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ബോട്ട് കോസ്റ്റ് ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം അറിഞ്ഞത്. കേസ് മൈനർ ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്തു. ബോട്ട് തെളിവിനായി അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവരുടെ ബോട്ടിലുണ്ടായിരുന്നില്ല. നിരോധിത മീൻപിടുത്ത വലകൾ ഉപയോഗിക്കുക, കൂട്ടിയിടി തടയാൻ നാവിഗേഷൻ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക, ലൈസൻസ് ഇല്ലാത്ത മത്സ്യബന്ധനം, സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരിശോധനയിൽ നിന്ന് തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇത്തരം അനധികൃത മത്സ്യബന്ധന രീതികൾ സമുദ്ര സമ്പത്തിന് നാശമുണ്ടാക്കുകയാണ്. വലിയ അളവിൽ മത്സ്യങ്ങളെ പിടികൂടുന്നതിനാണ് ബോട്ടം ട്രോളിംഗ് വലകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് പലപ്പോഴും ചെറു മത്സ്യങ്ങളെയും മറ്റും സമുദ്ര ജീവജാലങ്ങളെയും കുടുക്കുന്നു. ഇത് സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ക്ലബ് ഓണം ഫെസ്റ്റ് 2024 ആവേശകരമായ തുടക്കം. ഒക്ടോബർ 4 വരെ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഓണപ്പുടവ മത്സരവും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി. വെള്ളിയാഴ്ച പായസ മത്സരം, ചെണ്ടമേളം, വടംവലി മത്സരം എന്നിവയും നടന്നു. രാത്രി 7:30 മുതലാണ് പരിപാടികൾ ആരംഭിച്ചത്. 28-ന് തിരുവാതിര മത്സരവും ഓണപ്പാട്ട് മത്സരങ്ങളും നടക്കും. പ്രശസ്ത പിന്നണി ഗായികയും നാടൻ പാട്ട് കലാകാരിയുമായ പ്രസിദ്ധ ചാലക്കുടിയുടെ പരിപാടി രാത്രി 7:30 ആരംഭിക്കും. ഒക്ടോബർ 4 പൂക്കള മത്സരം, ഓണച്ചന്ത, ഘോഷയാത്ര, തുടർന്ന് ആരവം, ബഹ്റൈൻ അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ആൻഡ് ഫ്യൂഷൻ ബാൻഡ് മത്സരം എന്നിവയും നടക്കും. പ്രവർത്തനം ഭാഗികമായി നിർത്തിവെച്ച സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകിയതായി തൊഴിൽ മന്ത്രാലയം. റിഫയിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ഭാഗികമായി നിർത്തിവെച്ച സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർക്ക് നൽകേണ്ടിയിരുന്ന 2 മാസത്തെ ശമ്പള തുക കൊടുത്തു കഴിഞ്ഞതായും ബഹ്റൈൻ തൊഴിൽകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളമാണ് ഇവർക്ക് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തെ ശമ്പളം ഈ മാസം അവസാനത്തോടെ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. 50ഓളം സ്വദേശികളടക്കം 190ഓളം ജീവനക്കാരാണ് 30ഓളം സ്പെഷ്യാലിറ്റികളിലായി ഇവിടെ ജോലി ചെയ്തിരുന്നത്. 2 മാസമായി ശമ്പളം ലഭിക്കാത്തത് മൂലം ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിസന്ധിയിലായിരുന്നു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക കൂടി ചെയ്തതോടെ ഭീതിയിലായ ജീവനക്കാർ തൊഴിൽ മന്ത്രാലയത്തിനും ഇന്ത്യൻ എംബസിക്കും പരാതി നൽകിയിരുന്നു. ജനറൽ സർജറി, ഒബ്സ്ട്രെറ്റിക്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് എന്നിവയുൾപ്പെടെ 30ഓളം സ്പെഷ്യാലിറ്റികളിൽ സേവനം നൽകുന്ന ആശുപത്രി ആഗസ്റ്റ് അവസാനത്തോടെയാണ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ ഓണാഘോഷം പൊന്നോണം പൊടിപൂരം എന്ന പേരിൽ അദ്ലിയ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ബഹ്റൈൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബുദുയ ബിൻ യാക്കൂബ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും സാഹിത്യ പ്രവർത്തകയുമായ ഷബിനി വാസുദേവ് മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് ശിവകുമാർ കൊല്ലറോത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രജി സ്വാഗതം ആശംസിച്ചു. ട്രഷറർ മുസ്തഫ കുന്നുമ്മൽ നന്ദി പ്രകാശിപ്പിച്ചു. അംഗങ്ങളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ഓണാഘോഷത്തിൽ ഗ്രഹാതുര സ്മരണകൾ ഉണർത്തുന്ന വിവിധങ്ങളായ ഓണക്കളികളും CCB ഐലൻഡ് സിംഗർ സീസൺ 1 മത്സരാർത്ഥികൾ ഒരുക്കിയ ഓണപ്പാട്ടുകൾ അടങ്ങിയ സംഗീത വിരുന്നും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് കോഴിക്കോടിന്റെ തനത് രീതിയിലുള്ള വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പൊന്നോണം പൊടിപൂരം ആഘോഷ പരിപാടികൾക്ക് പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ, കാലിക്കറ്റ് കമ്മ്യൂണിറ്റി, ബഹ്റൈൻ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ എയർപോർട്ടിന്റെ വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള പോയിന്റ് ഓഫ് കാൾ പദവി നൽകാതെ എയർപോർട്ടിനെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് ബഹ്റൈൻ പ്രതിഭയുടെ ഐക്യദാർഢ്യം. സമരസമിതി ചെയർമാൻ രാജീവ് ജോസഫ് സെപ്റ്റംബർ 15 മുതൽ ഈ ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്.
പോയിന്റ് ഓഫ് കാൾ പദവി ലഭിക്കുന്നതോടെ എയർപോർട്ട് നിൽക്കുന്ന ജില്ലയായ കണ്ണൂരിനും വിശിഷ്യ ഉത്തര മലബാറിനും സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പുരോഗതിയാണ് ലഭിക്കാൻ പോകുന്നത്. ആയതിനാൽ ഈ സമരത്തിന് ബഹ്റൈൻ പ്രതിഭ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ഈ വികസന പോരാട്ടത്തിൽ മുഴുവൻ പ്രവാസികളും അണിനിരക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായും ബഹ്റൈൻ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ, ജനറൽ സെക്രട്ടറി മിജോഷ് മൊറോഴ എന്നിവർ അറിയിച്ചു. 10 വയസ്സ് തികയാത്ത കുട്ടികളുമായി സമരത്തിനെത്തുന്ന രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയാനാവാത്ത പ്രായത്തിലുള്ള കുട്ടികളുമായി സമരമോ സത്യാഗ്രഹമോ ധർണയോ ഒന്നും വേണ്ട. കുട്ടികളെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും പാട്ടുപാടാനും പഠിക്കാനും മറ്റും വിടുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. 3 വയസ്സുള്ള കുട്ടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 59 ദിവസം പൊരിവെയിലത്ത് സമരം നടത്തിയ തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾക്കെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം തങ്ങളുടെ മറ്റൊരു കുട്ടി മരിച്ചതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജിക്കാർ 3 വയസ്സുള്ള കുട്ടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 59 ദിവസം സമരം നടത്തിയത്. തുടർന്നാണ് രക്ഷിതാക്കൾക്കെതിരെ ബാലനീതി നിയമപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. സമരത്തെ തുടർന്ന് സർക്കാർ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് കീഴ്വഴക്കമാക്കരുതെന്ന മുന്നറിയിപ്പോടെ ഹർജിക്കാർക്കെതിരെ എടുത്ത കേസ് കോടതി റദ്ദാക്കിയത്. മുകേഷ് അടക്കം 7 സിനിമാ താരങ്ങൾക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടക്കെതിരെ എടുത്ത പോക്സോ കേസിന്റെ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പോലീസ് ചെന്നൈയിലെത്തി അന്വേഷണം നടത്തി. നടിയുടെ ബന്ധു കൂടിയായ മൂവാറ്റുപുഴ സ്വദേശിനി നൽകിയ ലൈംഗിക ചൂഷണ പരാതിയെ തുടർന്നാണ് മൂവാറ്റുപുഴ CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയത്. CI ഉൾപ്പെടെ 4 പോലീസ് സംഘമാണ് ചെന്നൈയിൽ പരിശോധന നടത്തുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തുക പൂർണ്ണമായും 2 ആഴ്ചയ്ക്കകം വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി. ഓഗസ്റ്റ് വരെ നൽകാനുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്യണമെന്നാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. അല്ലാത്തപക്ഷം ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഒക്ടോബർ 14 പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പദ്ധതി നടപ്പാക്കാൻ പ്രധാന അധ്യാപകൻ സ്വന്തം പണം ചെലവഴിക്കേണ്ടി വരുന്നതായി ചൂണ്ടിക്കാട്ടി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അടക്കം നൽകിയ ഹർജികളിലാണ് നിർദ്ദേശം. ജൂലൈയിൽ 60% ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ തുകയും പ്രഥമാധ്യാപകർക്ക് കിട്ടാനുണ്ടെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാടിനായി മാതാ അമൃതാനന്ദമയി മഠം 15 കോടിയുടെ പദ്ധതി ആവിഷ്കരിക്കും. ദുരന്ത സാധ്യതാ മേഖലകളിൽ പ്രകൃതി ദുരന്ത വ്യാപ്തി കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് മുൻഗണനയെന്നും മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അമൃത സർവകലാശാലയുടെ സഹായത്തോടെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കാവുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്ന ശാസ്ത്രീയ സംവിധാനം സ്ഥാപിക്കും. സംസ്ഥാന സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കും. മാതാ അമൃതാനന്ദമയിയുടെ 71ാം ജന്മദിനത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. ഉരുൾപൊട്ടൽ വ്യാപ്തിയും ആഘാതവും പരിശോധിക്കാൻ അമൃത സർവകലാശാല രൂപവൽക്കരിച്ച വിദഗ്ധ സംഘം മേപ്പാടി, പുഴുതന, വൈത്തിരി മേഖലകൾ സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്ന ലോകത്തെ ആദ്യ വയർലെസ് സെൻസർ നെറ്റ്വർക്കാണ് അമൃത സർവകലാശാല വികസിപ്പിച്ചത്. ഇവ സ്ഥാപിക്കാനായി ഒഡീഷ, കർണാടക സംസ്ഥാനങ്ങളുമായും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.